എല്ലാവരെയും ലൈഫ് വിഷിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇപ്പോൾ യുക്രൈൻ, ഇസ്രായേൽ, റഷ്യ ഇവിടങ്ങളിലാണ് യുദ്ധം നടക്കുന്നത്. പക്ഷെ ഇപ്പോൾ അവിടെ യുദ്ധം അത്ര സ്ട്രോങ് അല്ല. കാരണം അവിടെയുള്ള ഡ്രോണും സ്കഡ് മിസൈൽസും ഒക്കെ ഇപ്പോൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ഹേമ കമ്മീഷനിലേക്കാണ്. പക്ഷേ ആംസൊക്കെ ഉണ്ട്, പക്ഷെ അത് പ്രയോഗിക്കാനുള്ള സൈനികരില്ല, അതായത് അണികളില്ല. കാരണം ക്യാപ്റ്റനും മേജർമാരും കേണൽമാരും ബ്രിഗേഡിയർമാരും ഒക്കെ ഇന്നാക്റ്റീവായി അവർ യാതൊരു കമൻസും അണികൾക്ക് കൊടുക്കുന്നില്ല. ബുദ്ധിമുട്ടുണ്ട്. അത് ഇത്ര ഒരു പൊസിഷനിലേക്ക് അണികളും സേനാധിപന്മാരും ഒന്ന് അലോട്ടായിട്ടിരിക്കേണ്ടതാണ്. എനിവേ, സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശാന്തമാകും. ഇനി നമുക്ക് പറയാനുള്ളത്, ഏതൊരു വ്യക്തികൾക്കും അവർക്കൊരു നല്ലൊരു സമയം ഈശ്വരൻ കൊടുക്കും. ഒത്തിരി നാൾ അത് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ഇങ്ങനെയുള്ള വളർച്ചയിലും പ്രസക്തിയിലും പലപ്പോഴും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിക്കാം എന്നൊരു തോന്നലും ഈ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ചിന്തിക്കണം. ഇന്ന് നാം കാണുന്ന പലർക്കും ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നാളെ നമുക്കും കാണും. ഇനി ഈ ഹേമ കമ്മീഷൻ്റെ മുകളിൽ ഇപ്പോൾ പേപ്പറിൽ നമുക്ക് അതേ കേൾക്കാനുള്ളൂ, വായിക്കാനുള്ളത്. ചാനൽ തുറന്നാൽ അതേ മാത്രമുള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിലേറ്റവും പരിതാപകരമായ ഒരു സംഗതി പാപം നമ്മുടെ വയനാട് പ്രോബ്ലമാണ്. അതെന്താ ഏതായെന്ന് ഇപ്പോൾ ഗവൺമെൻറ്റിന് തന്നെ അവിടെ ശ്രദ്ധിക്കാൻ വയ്യാത്തൊരു സാഹചര്യത്തിലാണ് എത്തിയിരിക്കുന്നത്. കാരണം എല്ലാവരുടെയും ശ്രദ്ധ ഇങ്ങടേക്കായിപ്പോയി. ഇപ്പോൾ പോലീസ് വകുപ്പ് എല്ലാം ഇവിടെ എന്താണ്, എപ്പോഴാണ് അവർക്ക് ഓർഡർ കിട്ടുന്നത്, അവർക്ക് കേസ് ഫയൽ ചെയ്യുക, ആൾക്കാരെ സെർച്ച് ചെയ്യുമെന്ന് ആർക്കൊന്നും അറിയില്ല. അതതിൻ്റെ വഴിക്ക് കിടക്കട്ടെ. ഇപ്പം പിന്നെ വേറൊരു തമാശ, ഇതിനെ കുറച്ചുകൂടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണമെന്ന് പറയുന്ന കുറേ ഒരു ഓപ്പോസിഷൻ പാർട്ടി, അതായത് ഒരു അപ്പോസിഷൻ പാർട്ടി, പിന്നെ ഒരു പവർ ഗ്രൂപ്പ് പാർട്ടി. ഈ അപ്പോസിഷൻ ഗ്രൂപ്പിൽ നിന്നൊക്കെ വലിയ ഘോര പ്രസംഗം നടത്തുന്നവരെ എനിക്ക് പേഴ്സണലായി അറിയാം. അവരും ആൾക്കാർ അത്ര മോശക്കാരൊന്നുമില്ല. ഈ സ്ത്രീ പീഡനം എന്നുള്ളത് സിനിമയിൽ ഉണ്ട്, ഇല്ലാതില്ല, അത് മുൻ നാളുകളിലേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ അധിക പ്രസംഗം ഒത്തിരി കൂടിപ്പോയി ഇപ്പോഴും. അതിൽ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും പെട്ടെന്ന് അറിയാനുള്ള വഴികളുമുണ്ട്. ഇപ്പോൾ തന്നെ ഈ കമ്മീഷൻ തന്നെ ഇത്ര നാളായിട്ടും അവിടെ റിപ്പോർട്ടുകൾ പുറത്തു വരാത്തതിൽ ഒത്തിരി അപാകതയുണ്ട്. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക, സിനിമാ ഫീൽഡിൽ മാത്രമല്ല ഈ അരാജകത്വം നടക്കുന്നത്, ഇതിൽ ഉപരി അരാജകത്വം നടക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. നമ്മുടെ ആരോഗ്യരംഗം, തൊഴിൽ രംഗം, ഇങ്ങനെ പല രംഗങ്ങളിലും ഇങ്ങനെയുള്ള വൃത്തികേടുകൾ നടക്കാറുണ്ട്. വളരെ ബുദ്ധിമുട്ട് പീഡനങ്ങൾ സഹിക്കുന്ന സ്ത്രീകളുണ്ട്. പക്ഷെ അവരൊന്നും പ്രതികരിക്കാറില്ല. അങ്ങനെ പ്രതികരിക്കാനുള്ള ശക്തി അവരിലില്ല. പലരും സ്ഥലം മാറ്റത്തിനോ അല്ലെങ്കിൽ ഒരു പ്രമോഷത്തിനോ അവർ മറ്റുള്ളവരുടെ ഉദ്യോഗസ്ഥരുടെ ഇംഗത്തിന് വഴങ്ങിയേ പറ്റൂ. അങ്ങനെയൊക്കെ ഒത്തിരി കഥകളുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, പാവം അവർ കുടുംബമായി ജീവിക്കുമ്പോൾ അവർക്ക് പുറത്തു പറയാൻ പറ്റില്ല. അവർ എന്താ പറയുക, അതൊരു സാക്രിഫിക്കേഷൻ നടത്തുകയാണ്. സിനിമാ മേഖല ഞങ്ങൾക്കറിയാം, ഞങ്ങളും പടമെടുത്തിട്ടുള്ളതാണ്. നമ്മളൊരു പടം തുടങ്ങിയാൽ അവിടെ അതിലെങ്ങനെയെങ്കിലും അഭിനയിക്കണമെന്ന് ആവേശത്തോടെ വരുന്ന ഒത്തിരി പിള്ളേരുണ്ട്, കുട്ടികൾ വരാറുണ്ട്. ആ കുട്ടികൾക്ക് അത് തലയ്ക്ക് ഭ്രാന്തി പിടിക്കുന്നവരെ അവർക്ക് അഭിനയിച്ചേ പറ്റൂ. ആ അഭിനയത്തിന് അവരെന്തും ത്യജിക്കാൻ തയ്യാറായി വരുന്നവരുണ്ട്. എന്നാൽ ആണ് അവരുടെ മെയിൻ. പക്ഷെ ഒരിക്കലും നമ്മുടെ ചാരിത്രം വിറ്റുകൊണ്ടൊരു അഭിനയം വേണ്ട എന്ന് ഷടിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കത്ര ചാൻസ് കിട്ടാറില്ല. അതിൽ വളരെ വിരലെണ്ണാവുന്നവർ ആ എത്തിക്സ് എല്ലാം കാത്തു സൂക്ഷിച്ച് അവർ മുന്നോട്ട് വരുന്നു. സോ ഇപ്പോഴാരും നമ്മൾ പരസ്പരം ചെളിവാരി എറിയേണ്ട കാര്യമില്ല. ആരും പരിശുദ്ധരല്ല. ഞങ്ങളെടുത്ത പടത്തിൽ തിലകൻ ചേട്ടനും
ക്യാപ്റ്റൻ രാജു, മാള അരവിന്ദൻ, അവരൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. അവർക്കപ്പോഴും ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഈ അമ്മയിൽ നിന്നുണ്ടായി. ഞങ്ങൾ നേരിട്ടത് അനുഭവിച്ചവരാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് ആ പടം ഞാൻ റിലീസ് ചെയ്തത്. ആ പടത്തിൻ്റെ പേര് പറയുന്നില്ല, അതിൻ്റെ സംവിധായകനെ പറയില്ല. എന്തു തന്നെയായിരുന്നാലും ദാറ്റ് ഈസ് ദ കഴിഞ്ഞ കഥകളാണ്. സോ ദയവേത് എനിക്ക് ബഹുമാനപ്പെട്ട എല്ലാ വ്യക്തികളോടും പറയാനുള്ളത്, ഇതിനെ സംഭവിച്ചു, ഇനി സംഭവിക്കാതിരിക്കട്ടെ. ഇനിയൊരു പഴയ സംഘടന കുറച്ച് മാറി നിൽപ്പ്, ഇനിയിപ്പോൾ ഒരു പുതിയ സംഘടന രൂപം കൊള്ളും എന്ന് പറയുന്നു. ബട്ട് അവരോടും പറയേണ്ടുള്ളത്, നിങ്ങൾക്കും നാളെ ഇങ്ങനെയുള്ളൊരു ഗതികേട് വരാതിരിക്കാൻ സൂക്ഷിക്കുക. വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഈ സിനിമ ഫീൽഡിനെ വെറും താറുമാറാക്കി കളയരുത്. കുറച്ച് പേരുടെ കയ്യിൽ മാത്രമുള്ളൊരു ഫീൽഡായിരിക്കരുത്. എല്ലാവർക്കും അഭിനയിക്കാനും എല്ലാവർക്കും വളരാനുമുള്ള സാഹചര്യം അത് ഗവൺമെൻറ് തലത്തിൽ നിന്ന് വേണ്ട സപ്പോർട്ട് ചെയ്യണം. സോ സംഭവിച്ചു. നമുക്ക് തൽക്കാലം ഈ യുദ്ധത്തിന് അങ്ങനെ പർവ്വതീകരിച്ച് കൊണ്ടുപോകണ്ട. എല്ലാ മാന്യ വ്യക്തികളോടും പറയണം, നിങ്ങൾ തെറ്റില്ലെങ്കിൽ നിങ്ങൾ മുന്നിൽ വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ പറയുക. കുഴപ്പമില്ല, തെറ്റ് ചെയ്യാത്ത ആരുമില്ല, അബദ്ധം കാണിക്കാത്തവരാരുമില്ല. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം കാണുക. സോ ഈ ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാട്ടിക്കൂട്ടുന്ന ഇതൊക്കെ അതിന് ഒരു പരിഹാര മാർഗം ചെയ്യാൻ എല്ലാവരും ഒന്ന് പരിശ്രമിക്കുക. കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകാതെ ഈ ഫീൽഡിനെ തളർത്തിക്കളയാതിരിക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് എല്ലാവർക്കും വളരെ ആവശ്യമുള്ളതാണ്. ഒരു എൻ്റർടൈൻമെൻറ്റാണ്. എൻ്റർടൈൻമെൻറ്റിൽ ആൾക്കാർക്ക് കുറച്ച് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഈ കൂണൂര് പോലെ ഇപ്പോൾ ഒത്തിരി ഉണ്ട്. കൂണൂര് പോലെ മുളച്ചു വരുന്ന കുറേ സിനിമാ കമ്പനിക്കാർ, കുറച്ച് ആൾക്കാർ, കുറച്ച് ടെക്നീഷ്യൻ എല്ലാം ഉണ്ട്. അത് തൽക്കാലം ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. പിന്നെ ഇവരൊക്കെ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുക. തെറ്റുകൾ വീണ്ടും പറ്റാം. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇനി തെറ്റുകളിലേക്ക് പോകാതിരിക്കുക. ഇനി വളർന്നു വരുന്ന തലമുറകളെങ്കിലും നല്ല രീതിയിൽ ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു ഒരു സംവിധാനത്തിലേക്ക് വേണ്ടി നിങ്ങൾ തിരിയുക. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ദിവസം നേർന്നുകൊണ്ട് കാണാം അടുത്തൊരു വീഡിയോയുമായി. താങ്ക് യു.